അപ്പൊ നമ്മുടെ എലിസബത്ത് അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മളോട് കാര്യങ്ങളൊക്കെ ഡെയിലി വന്ന് ഇപ്പൊ 2 ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോയിൽ കേൾക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വീഡിയോയിൽ കണ്ട എലിസബത്തിനെ അല്ല നമ്മളിപ്പോ കാണുന്നത്. കുറച്ചൊക്കെ സന്തോഷമായി, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അല്ലെ, കുറച്ചും കൂടി ഉഷാറായിട്ടൊക്കെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ എലിസബത്തിന്റെ വീഡിയോയുടെ താഴെ കംപ്ലീറ്റ് കാണുന്ന കമന്റ്സ്, ഐ തിങ്ക് 90% കമന്റ്സും ആളുകൾ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ. എനിക്ക് തോന്നുന്നത് എലിസബത്ത് ഇപ്പൊ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരോടും വന്ന് വിളിച്ചു പറയുന്നു. ഇപ്പൊ എലിസബത്തിന് ഇപ്പൊ നമ്മളോട് വന്ന് ഇങ്ങനെ യൂട്യൂബിൽ വന്ന് ഇതൊന്നും വിളിച്ചു പറയാതെ, സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാതെ, വേണമെന്നുണ്ടെങ്കിൽ ഒരു വക്കീലിനെ കണ്ട് വേഗം കേസ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാലേ, അതും വേറൊരു വഴിയൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ആരെങ്കിലും അറിയൂ? ഇപ്പൊ എലിസബത്തിന്, അതായത് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരധികം ഡിപ്രസ്ഡ് ആയിട്ട് ലൈഫിൽ ഭയങ്കര സ്കേറി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈം ആയിരുന്നു. അത് നമുക്ക് എലിസബത്തിന്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കടന്ന് ഭയങ്കര കുറച്ചും കൂടി ബ്രേവായി, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ വീഡിയോസിൽ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് എലിസബത്തിന് ഇപ്പൊ കമന്റ് ബോക്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും സപ്പോർട്ട് കാണുമ്പോൾ അതൊരു മെന്റൽ സ്ട്രെങ്ത് തന്നെയാണ്, തനിക്ക് മുന്നോട്ട് പോകാനൊരു ശക്തി തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിക്ക് ഇങ്ങനെ ഒരു സിബിട്ട് വെച്ച മാതിരിയും നമുക്ക് പിന്നെ ഒന്നും മിണ്ടാനായിട്ട് ഒരു രക്ഷ ഉണ്ടാവത്തില്ലെന്നേ. കാരണം നമ്മളോട് പറയും കംപ്ലീറ്റ്ലി ഇനിയും ആരും പുറത്ത് വന്ന് കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കരുത്, മിണ്ടാതെ ഇരിക്കണം, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വർഷം പിടിക്കും മക്കളെ. അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വർഷം പിടിക്കും? അവരുടെ വക്കീൽ വന്ന് കുറെ പറയും, നമ്മുടെ വക്കീൽ വന്ന് കുറെ തെളിവ് കാണിക്കും. അങ്ങനെ 2 വക്കീലന്മാരും കയറി ഇറങ്ങി അവരുടെ ലൈഫ്, അവരുടെ ഖജനാവ് പെർഫെക്റ്റ് ആയിട്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ പെട്ടെന്ന് ഇന്നിപ്പോ എലിസബത്ത് കേസ് കൊടുത്ത് നാളെ ബാലനെ പിടിച്ച് ജയിലാക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ എലിസബത്തിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ലെന്നേ. വർഷങ്ങളോളം അവസാനം നമ്മളതൊക്കെ മറക്കും. ഇതിന്റെ പിന്നാലെ എലിസബത്ത് തൂങ്ങി നടക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയണത്. ഐ ഫീൽ ലൈക്ക് ഇപ്പൊ എലിസബത്ത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എലിസബത്തിന് ഇതിലും കൂടുതലൊരു സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അത് എലിസബത്തിനെ മുന്നോട്ട് പോകാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ വീഡിയോ ഒന്ന് കേട്ട് നോക്കിക്കേ. എലിസബത്തിന്റെ ഒരു ചെറിയ സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാര്യം എലിസബത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല ഇപ്പൊ പറയുന്നത്. അത് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം എലിസബത്തിന്റെ ഓരോ വീഡിയോ നിങ്ങളെ പോലെ തന്നെ കേൾക്കുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ. പക്ഷെ എന്നും വീഡിയോയുടെ താഴെ കേസ് കൊടുക്ക്. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പൊ ഇന്ന് കേസ് കൊടുത്ത് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ നമുക്കൊരു നീതി അല്ലെങ്കിൽ അതിനൊരു ഒന്നും നടക്കില്ല. അതൊരു 10-20 വർഷം കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും നടക്കാത്ത ഒരു സിസ്റ്റം ആയിപ്പോയി. അതുകൊണ്ട് നമുക്കിനി കുറച്ച് വീഡിയോ കേട്ട് പറയാം. പറഞ്ഞിട്ടൊക്കെ എന്താ, അതുപോലെ തന്നെ സോറി, ഞാൻ ആക്ച്വലി വീഡിയോയിലൊക്കെ വന്നിട്ട് കരഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. അത് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം 2-3 പേരോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ആക്ച്വലി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും അറിയണം. ഈവൻ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ഈ പറഞ്ഞ വീഡിയോകളൊക്കെ എൻ്റെ FBO യൂട്യൂബോ ഒന്നും പോയിട്ടില്ലെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അതുപോലെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞില്ലേ ഓടിപ്പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം ജനങ്ങൾക്ക് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല, ഒരിക്കലും അറിയില്ല. വക്കീൽ അറിയും, പിന്നെ അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആളുകൾ അറിയും. തന്നെ ഇത് കണ്ട ആൾക്കാരുടെ ഇതിൽ കിടക്കുന്നുണ്ടാവും. ഈവൻ 10 പേരെ കണ്ടിട്ടുള്ളെങ്കിലും ആ 10 പേരുടെ ആൾക്കാരുടെ മനസ്സിലുണ്ടാവും ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ ചിലപ്പോ പല സൈക്കോകൾ ഉണ്ടായിരിക്കും, നാർസിസ്റ്റുകൾ ഉണ്ടായിരിക്കും, സാധാരണക്കാരുണ്ടായിരിക്കും, ഭയങ്കര എമ്പതി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ റേപ്പ് വിക്ടിംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പല പല മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അത് ചില ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി, ചിലപ്പോൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ചിലർക്ക് ദേഷ്യം പിടിയും, കാരണം അവരുടെ സ്വഭാവമാണ് വിളിച്ചു പറഞ്ഞത്. അതുപോലെ തന്നെ ചിലർക്ക് ഓരോരുത്തരുടെ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ അതിനെ കമന്റ് ഇടും.
ശരിയല്ലേ പറഞ്ഞത്? ഇതുപോലെ എലിസബത്ത് കടന്നുപോയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറെ ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ആകാനായിട്ട്. ചില ആളുകൾക്ക് ഇതൊക്കെ പുറത്തു വന്ന് പറയാൻ പേടിയാണ്. എല്ലാം സഹിച്ച് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം കോട്ടയത്ത് സംഭവിച്ചത് എന്താണ്. ആ ഷൈനി എന്ന് പറയുന്ന സഹോദരിയും 2 മക്കളും അല്ലെ, അവര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കുറെ കാര്യങ്ങൾ പുറത്തു പറയുന്നത്. അവരധികം ഒന്നും അവരുടെ വിഷമങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരെ പോലെയുള്ള കുറെ ആളുകൾ നമ്മൾ അറിയാതെ പല സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പൊ എലിസബത്തിനെ പോലെ ഒരു വ്യക്തി മുന്നിലോട്ട് വന്ന് ഞാനൊരു ഇത്രയും വിദ്യാഭ്യാസവും ഒരു ഡോക്ടർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ഇത്രമാത്രം ബുദ്ധിമുട്ടുകളെ കടന്നു പോകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ ഇത് സമൂഹത്തിലെ മറ്റു ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അത് വെതർ ചില ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കും, ചില ആളുകൾ പോസിറ്റീവായിട്ട് എടുക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഡോക്ടർ എലിസബത്ത് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും അവരിതുപോലെ ലൈഫിലെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡെഫിനറ്റ് ആയിട്ടും ഒരു ചെറുതായിട്ടൊരു ആശ്വാസം, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോസ് കാണാത്ത ആളുകൾ അവിടെ തന്നെ പോയി കാണണം, എന്നിട്ട് ഡോക്ടറെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഡോക്ടർ കുറേ കാര്യങ്ങൾ എന്നും വീഡിയോയിൽ ഒന്നും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും തിരക്ക് പിടിക്കേണ്ട. അപ്പൊ നമ്മൾ ഈ കേസ് കൊടുക്കുന്നു പറഞ്ഞ് തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. ആളിപ്പോ ഒരു കാര്യം വളരെയധികം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം മനസ്സിൽ കുറെ അനുഭവിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരു വട്ടം 2 വട്ടം 100 വട്ടെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും ഭലയെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് ആൾക്ക് അതിൻ്റെതായ അഡ്വൈസും അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ആൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾക്കും സമയമാകുമ്പോൾ ആൾ തന്നെ ആളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ കുറച്ചും കൂടിയും എനിക്ക് ഞാൻ സ്ട്രോങ് ആവണം, കുറച്ചും കൂടിയും കാര്യങ്ങള് കുറച്ചുകൂടി സമയം വേണം തന്നെയാണ് ആള് പറയുന്നത്. അപ്പൊ അത് ആള് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇപ്പൊ വേണ്ടത് നമ്മൾ എല്ലാവരും കേസ് കൊടുക്കുന്നു പറയണ്ട, ആള് കൊടുക്കും തന്നെ പറയാം. ആള് മെന്റലി നല്ല സ്ട്രെങ്ത് കൊടുത്ത് എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ അണ്ണന്റെ കുറെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അണ്ണന് വേണ്ടി ആരൊക്കെയോ മുട്ടയടിക്കുന്നു, ഒക്കെ നല്ല കാര്യമാണ്. മാക്സിമം അണ്ണൻ പറയാ നമ്മൾ അണ്ണൻ ഭയങ്കര സൂപ്പറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണൻ വീണ്ടും ഇൻസ്റ്റയിലൊക്കെ പൊളിച്ചടക്കി നടക്കുന്നുണ്ട്. ആ കോമഡി ഷോ കാണാൻ ശക്തി ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാനിപ്പോൾ അത് എടുത്ത് നിങ്ങളെ കാണിക്കാത്തത്. അപ്പൊ അണ്ണന്റെ വഴിക്ക് എന്തായാലും നമുക്കറിയാം വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. പറഞ്ഞതും കേട്ടതും ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് വല്ലവർക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ആ ഒരു റിസ്ക് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എലിസബത്ത് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മള് ഒരു ചെറിയ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വരെ വന്ന് ചില സാധനങ്ങൾ ഇടുന്ന പൊങ്കാലകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ വക സാധനങ്ങളൊക്കെ ഒരു ലൈനെങ്ങാനും വായിക്കും, പിന്നെ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും, വായിക്കാറ് പോലില്ല. നമുക്ക് കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമ്മൾ ചെറിയ കുറച്ച് ആളുകൾ കാണുന്ന നമ്മുടെ വീഡിയോസ് ആണ്. എന്നാ അപ്പൊ എലിസബത്ത് ഇത്രയും വലിയൊരു വീഡിയോ ഇടുമ്പോൾ എന്തുമാത്രം കമന്റ്സ്, അതായത് നമ്മുടെ ബാലനന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവിടെ കൊണ്ടിടുന്നു നമുക്കറിയാം. അപ്പൊ അതെല്ലാം വായിച്ച് നമ്മൾ ഇപ്പൊ എന്ത് നെഗറ്റീവ് കമന്റ്സ് കൊണ്ടിട്ടാലും അതിൽ നന്നായി ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നന്നായി മെന്റലി ഹരാസ് ചെയ്യുന്ന കമന്റ്സ് ഉണ്ടെന്ന് എലിസബത്ത് തന്നെ പറയുന്നുണ്ട്. ചിലത് നമ്മളെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു നെഗറ്റീവ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഉണ്ടല്ലോ ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ അവരുടെ മനസ്സിൽ കുറച്ച് സമയം എടുക്കും ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് ഇതിനെയൊക്കെ ഓവർകം ചെയ്തു വരാനായിട്ട്. അപ്പോൾ ആൾക്ക് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേടിയും വിചാരിക്കണ്ട. ഇത്രയും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളോടൊക്കെ പറയാൻ ധൈര്യം കാണിച്ച എലിസബത്തിന് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയാനുണ്ടാവും. അപ്പൊ അതിനുള്ളൊരു ടൈം ആയിരിക്കും ആളെടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ കേസ് കൊടുത്താൽ അവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രക്കായി, അത്ര തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമന്റ്സ് ഒക്കെ ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.